ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു എനർജി ബാളുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. സ്കൂളിൽ വിട്ട് വരുന്ന മക്കൾക്കൊക്കെ ഇത് കൊടുക്കാം കേട്ടോ. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു പാക്കറ്റാണ്. അതിൽ നമുക്ക് കുറേ നട്ട്സ് കിട്ടും കേട്ടോ. നമ്മുടെ കാഷ്യൂ നട്ട്സ്, ബദാം, അത്തിപ്പഴം, 2 തരം മുന്തിരി, ഉണക്കമുന്തിരി, അങ്ങനെ കുറേ നട്ട്സ് ഉണ്ട്. അതൊക്കെ കിട്ടും കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പാക്കറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എക്സ്ട്രാ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. നമ്മുടെ പീനട്ട്, ഡേറ്റ്സ്, അങ്ങനെ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ കിട്ടിയ ആ ഒരു പാക്കറ്റിൽ അത്തിപ്പഴത്തിൽ കുരു ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള നട്ട്സ് മാത്രം ഒന്ന് നല്ലപോലെ അങ്ങ് വറുത്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ നമ്മുടെ നട്ട്സൊക്കെ ഒന്ന് നല്ലപോലെ അങ്ങ് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ പനങ്കൽക്കണ്ടാണ്. കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ നമ്മുടെ പീനട്ട്സിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നൊന്ന് നല്ലപോലെ അങ്ങ് പൊടിച്ചെടുക്കാം. എന്നിട്ട് നല്ലപോലെ അങ്ങ് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ നട്ട്സും ഡേറ്റ്സും മുന്തിരി എല്ലാം കൂടി അങ്ങ് നല്ലപോലെ അങ്ങ് അടിച്ചെടുത്തിട്ട് ഇതുപോലെ അങ്ങ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അടിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഡേറ്റ്സ്, ഗ്രേപ്സ് ഒക്കെ ഒന്ന് ചെറിയൊരു നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് രൂപത്തിലായിരിക്കും. നമ്മുടെ നട്ട്സ് ആണെങ്കിൽ നല്ല പൗഡർ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങ് ബാൾ ഷേപ്പിലാക്കി റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ബാൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ മറക്കാതെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഒരു ബാൾ വന്നിട്ട് ഒരുപാട് ദിവസം ഒന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അഥവാ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.